ഹായ്, ശരത്താണ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് എല്ലാ സ്ഥലത്തും എവിടെ നോക്കിയാലും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്കുകൾ മേടിച്ച് 3 വർഷമോ 5 വർഷമോ അല്ലെ 10-15 വർഷം നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം. ലോങ് ടൈമിലേക്ക് നമ്മൾ കീപ്പ് ചെയ്താലാണ് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോക്കുകൾ മേടിച്ച് കുറേ കാലത്തേക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുക. ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ അതൊരു സ്കാം ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ല ഒരു തട്ടിപ്പാണെന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇവരാരും ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല റിട്ടേൺസ് മേക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്ന്. കാരണം ഇവരൊക്കെ ഈ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്ന നെറേറ്റീവോ അല്ലെങ്കിൽ സ്റ്റോക്കുകളുടെ പഴയ പ്രൈസ് മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട് കഴിഞ്ഞൊരു 10 വർഷം മുമ്പ് TCS-ൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ 2000-ങ്ങളുടെ തുടക്കത്തിൽ TCS-ലോ വിപ്രോയിലോ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അന്ന് അവരൊക്കെ എത്രയോ ഇരട്ടി റിട്ടേൺ, 1000 ഇരട്ടിയോ 2000 ഇരട്ടിയൊക്കെ റിട്ടേൺ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് മാത്രം നോക്കിക്കൊണ്ട് ഇതിന്റെ റിട്ടേൺസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടീംസാണ് ഈ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ഇപ്പം 2000-കളിലോ അല്ല 1990-കളിലൊക്കെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് അന്ന് ഇൻവെസ്റ്റ് ചെയ്ത പലരും ചിലപ്പോൾ ഈ ഒരു രീതിയിൽ പല സ്റ്റോക്കുകളും ഹോൾഡ് ചെയ്ത് ചിലപ്പം റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സിറ്റുവേഷൻ, അന്നത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇന്ന് നമ്മുടെ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അന്ന് ഈ പറഞ്ഞ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം പോലും നമ്മുടെ ഇന്ത്യയിലൊക്കെ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും എന്ന് വെച്ചാൽ ഈ പബ്ലിക് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഇത്രയും പോപ്പുലർ ആയിട്ട് ഈ ഇന്റർനെറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പ്യൂട്ടറോ കാര്യങ്ങളോ ഒന്നും എത്തിയിട്ട് പോലും ഇല്ലാത്തൊരു കാലത്തെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മൊത്തത്തിലുള്ള ഈ മാർക്കറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോ സെക്ടർ ഓരോ സ്റ്റോക്കുകൾ ഓരോ ദിവസം കഴിയുമ്പോഴത്തേനും അതിൻ്റെയൊക്കെ ഇപ്പം നമ്മൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്ന ഒരു സെക്ടർ ചിലപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു സെക്ടറിൽ അങ്ങനത്തെ ഒരു ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പോലും അവിടെ നടന്നില്ലെന്ന് വരാം. എല്ലാ ഒരു സെക്ടർ തന്നെ മൊത്തത്തിൽ അവിടുത്തെ സ്റ്റോക്കുകൾ മൊത്തത്തിൽ അവരുടെ മുന്നോട്ടുള്ള ഭാവി എന്താവുമെന്ന് പോലും അറിയത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അല്ലെ ആ ഒരു രീതിയിൽ ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഇത് ചേഞ്ചുകൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ അന്നത്തെ ഒരു രീതിയിൽ 2000-കളിലോ 1900-കളിലോ ഒക്കെ ആളുകൾ സ്റ്റോക്ക് മേടിച്ചു വെച്ചു, അല്ലെങ്കിൽ സ്റ്റോക്ക് മേടിച്ചിപ്പം പ്രത്യേകിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആൾക്കാർ സ്റ്റോക്ക് മേടിച്ചിട്ട് ഡിമാറ്റ് അക്കൗണ്ട് വെച്ച് മറന്നുപോയി. ഇപ്പം നോക്കുമ്പോഴത്തേന് അത് 1000 ഇരട്ടി, അന്ന് 5000 രൂപ ഇട്ട് അല്ല 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താണ് ഇപ്പൊ 50 കോടിയാണ് 5 കോടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെ ഇറങ്ങി നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ അത് നമ്മൾ അതിന്റെ ഇത് നമ്മുടെ ഒരു കൺഫർമേഷൻ ബയാസ് വെച്ചിട്ട് നമുക്കിത് കാണുമ്പോഴത്തേന് നമുക്ക് തോന്നും ഇത് കൊള്ളാലോ, ഇത് സ്റ്റോക്ക് മേടിച്ച് വെച്ചാൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ ഇത്. കാരണം അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമില്ല. നമ്മൾ സ്റ്റോക്ക് മേടിക്കുന്നു, നമ്മളത് ഡിമാറ്റ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നു, നമ്മൾ മറന്നു. നമ്മൾ 10 വർഷം കഴിഞ്ഞ് നോക്കുന്നു, നമ്മുടെ സ്റ്റോക്ക് ഒരു 500 കോടിയോ 50 കോടിയോ ഒക്കെ ആയിട്ട് വളർന്ന് നല്ല രസമാണ് കേൾക്കാൻ, കഥ കേൾക്കാൻ നല്ല രസം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കൺഫർമേഷൻ ബയാസ് ഇതിനകത്ത് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു 1-2 ചിലപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, നമുക്കൊരു 20 വർഷം മുമ്പ് അല്ലെ 2025 വർഷം മുമ്പ് 2000-ന്റെ തുടക്കത്തിൽ നോക്കിയാൽ ഇന്ത്യയിൽ ഏകദേശം 100 കോടിയോളം ആൾക്കാരുണ്ട് മൊത്തം പോപ്പുലേഷൻ. അതിന്റെ ഒരു 1% ആൾക്കാർ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മേടിച്ച് വെച്ചിട്ട് അവരൊക്കെ മറന്നുപോയെന്ന് വിചാരിക്കാം. അപ്പൊ അത് എത്ര ഉണ്ടാവും വെച്ചാൽ 1% 1 കോടിയെ, ഞാൻ പറഞ്ഞ 1 കോടിയൊന്നും വേണ്ട, ഒരു 1 ലക്ഷം പേര് അന്നത്തെ ഇതിൽ ചുമ്മാ വെറുതെ ഒരു നമ്പറായിട്ട് നോക്കി ഒരു 1 ലക്ഷം പേര് സ്റ്റോക്ക് മേടിച്ച് അന്നത്തെ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് അവർ മറന്നുപോയി. സോ അവരിൽ 1 ലക്ഷം പേരിൽ ഇപ്പൊ അവരെല്ലാവരും തിരിച്ചു ചെന്ന് നോക്കുമ്പോൾ ഇപ്പൊ കണ്ട ആ സ്റ്റോക്കൊക്കെ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കണ്ടു കിട്ടിയെന്ന് വിചാരിക്കുക. സോ അതെടുത്ത് നോക്കിയാൽ അതിനകത്ത് 99,000 പേരുടെയും ആ സ്റ്റോക്കുകൾ പോലും ഒന്നും ചിലപ്പോൾ മാർക്കറ്റിൽ ഉണ്ടാവില്ല. അതിൽ ബാക്കിയുള്ള ഒരു 1000 പേരുടെ സ്റ്റോക്കുകളായിരിക്കും ഒരു പക്ഷേ ഇപ്പൊ ലിസ്റ്റ് ചെയ്തിട്ട് പോലും ഉള്ളത്. അതിൽ 1-2 പേരുടെ അല്ലെങ്കിൽ ഒരു 10 പേരുടെ ആയിരിക്കും നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പറഞ്ഞ പോലെ മറന്നുപോയി സർട്ടിഫിക്കറ്റ് ഇപ്പൊ എടുത്ത് നോക്കുമ്പോഴത്തേന് 10 കോടി രൂപ 20 കോടി രൂപയോ ഉണ്ടായിരുന്നു, അല്ലെ 100 കോടി രൂപ അതിന്റെ വിലയുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പൊ അവരുടെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കാണുന്നത്. അത് അങ്ങനത്തെ ഒരു ന്യൂസാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ന്യൂസ് അങ്ങനത്തെ പുറത്തു വന്നാൽ ആ ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഇന്ത്യയിലുള്ള മുഴുവൻ മനുഷ്യന്മാർ പറയും, പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മുഴുവൻ ആൾക്കാരുടെ ഫീഡിൽ ഈ പറഞ്ഞ ന്യൂസിന്റെ എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടാവും. യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻസ്റ്റയിലോ വാട്സപ്പിലോ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് ഈ സാധനങ്ങൾ നമ്മുടെ കയ്യിലെത്തുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കാണുന്ന വളരെ കുറച്ച് ചെറിയ കാര്യങ്ങൾ, അല്ലെ 1-2 പേരുടെ ഇടയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ കൺഫർമേഷൻ ബയാസ്, കാരണം നമുക്കത് അങ്ങനെ നടന്നാൽ മതി, നമ്മുടെ ഏറ്റവും വലിയ താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെ നടക്കുക എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. സോ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഈ ന്യൂസ് കേൾക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു നമുക്കതാണ് നമുക്ക് ഏറ്റവും താല്പര്യം തോന്നുക. അതിനെ ഈ പറഞ്ഞ പോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരൊന്നും റിയൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ കുറെ എക്സാമ്പിൾ പറയും, ഇതിപ്പോൾ വെറുതെ പറഞ്ഞു പോകല്ല, നമുക്ക് കുറെ സ്റ്റോക്കുകളെ പറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ നോക്കിയാൽ അതും പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ, അതായത് നമ്മൾ കേട്ടിട്ടില്ലാത്ത സ്റ്റോക്കുകളെ പറ്റിയിട്ടല്ല, അതല്ലാത്ത കുറെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഇവർ കഴിഞ്ഞൊരു 10 വർഷം നോക്കിയാൽ നമുക്ക് ഒരു റിട്ടേൺ തന്നിട്ടില്ല. റിട്ടേൺ തരില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു FTA സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ 7% മുകളിലെങ്കിലും എന്തായാലും അതിനകത്ത് റിട്ടേൺ വരാൻ സാധ്യതയുണ്ട്. അത് നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ സീനിയർ സിറ്റിസൺസ് മിക്കവാറും എല്ലാ വീടുകളിലും ഉള്ളതാണ്. അപ്പോൾ പേരൻസിന്റെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർക്ക് FD ഇട്ടിരുന്നെങ്കിൽ അവർക്ക് 8% അതിന് മുകളിലൊക്കെ നമ്മുടെ ഇവിടെ FDയിൽ റിട്ടേൺ കൊടുക്കുന്നുണ്ട്.
സോ അതുപോലും തരാത്ത ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അങ്ങനത്തെ സ്റ്റോക്ക്, അത് ഞാൻ പറയുന്നത് പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോക്കുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് ഏതൊക്കെ സ്റ്റോക്കുകളാണെന്നൊക്കെ നോക്കാം. അത് ഞാൻ എക്സാമ്പിൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആൾക്കാർ തോന്നുന്നു ഇത് വെറുതെ ചുമ്മാ ഇരുന്നിട്ട് പറയുക എന്നുള്ളൊരു തോന്നൽ വരാം. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ മേജർ ആയിട്ടുള്ള കേട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുക. ഇപ്പം കഴിഞ്ഞൊരു 10 വർഷത്തിൽ 100% റിട്ടേൺ, അതായത് ഡബിൾ ആകാത്ത സ്റ്റോക്കുകൾ നോക്കിയാണ്. അപ്പം ഡബിൾ ആകാത്തെന്ന് പറയുമ്പോൾ, അല്ലെ 100% എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ചാടി പിടിക്കാൻ പോകുന്നത് ഈ 100% ആവുക, അല്ലെങ്കിൽ ഡബിൾ ആകുക. 10 വർഷത്തിൽ ഡബിൾ ആകുക എന്നുള്ള നമ്പർ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരാൻ പോകുന്നത്. പക്ഷെ 10 വർഷത്തിൽ ഡബിൾ ആകുക എന്ന് പറഞ്ഞാൽ അവിടെ CAGR റിട്ടേൺ നോക്കിയാൽ വർഷത്തിൽ 7% പലിശ കിട്ടുന്ന ഒരു കാര്യമുള്ളൂ. അത്രേ ഉള്ളൂ ഒരു 10 വർഷം കൊണ്ട് ഡബിൾ ആകുക എന്ന് പറഞ്ഞാൽ. സോ അങ്ങനെ നോക്കിയാൽ നമ്മൾ ഒരു മേജർ ആയിട്ടുള്ള കുറെ സ്റ്റോക്കുകൾ എടുത്ത് നോക്കിയാൽ, ഇപ്പൊ TCS നോക്കിയാൽ 10 വർഷത്തിൽ അത് 10 വർഷം മുമ്പ് കറക്റ്റ് 2016 പ്രത്യേകിച്ച് ഈ ഒരു സമയത്തെ കാര്യം പറയുന്നത്, ഈ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ എമൗണ്ട് ഡബിൾ ആയിട്ടില്ല. സോ ഇതിനിടയ്ക്ക് സ്റ്റോക്ക് എപ്പോഴും ഒരു ചെറിയ പീക്കിൽ പോയ സമയത്ത് അവിടേക്ക് പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഈ ഒരു പീക്കിൽ പോയിട്ട് എക്സിറ്റ് ചെയ്യാനിരിക്കുന്ന ആൾക്കാരല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റോക്കിൽ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അത് നോക്കിയാൽ ഈ പറയുന്ന സ്റ്റോക്ക് നമുക്ക് 7% CAGR പോലും തന്നിട്ടില്ല. ഇവിടെ ഡിവിഡൻഡ് നമ്മളിവിടെ നോക്കുന്നില്ല. ഡിവിഡൻഡ് വളരെ ചെറിയ, ഇയർലി ഒരു 1%, 0.5% ഒക്കെ ഡിവിഡൻഡ് തരുന്നതിനെ പറ്റി നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോലും അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് പ്രയോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ കാണണമെന്ന് പോലുമില്ല. കാരണം അത് ആ ഒരു 1% അല്ലെങ്കിൽ 0.5% ഡിവിഡൻഡ് എന്നുള്ള ടാർഗറ്റിന് വേണ്ടിയിട്ടല്ല നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് ഡിവിഡൻഡ് ഒക്കെ കിട്ടിയിട്ട് നമുക്ക് ഒരു റിട്ടേൺ എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ ക്യാപിറ്റൽ ഉണ്ടാവണം. ആ ഡിവിഡൻഡിൽ നിന്ന് ഒരു പെർസെന്റേജ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് വർത്തായിട്ടുള്ള ഒരു എമൗണ്ട് എങ്കിലും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്കുള്ളൂ. പ്രത്യേകിച്ച് ഒരു 10 കോടി 20 കോടിയൊക്കെ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഡിവിഡൻഡ് ഉള്ള സ്റ്റോക്കുകൾ എവിടെയെങ്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളൂ. അവരെ പറ്റിയിട്ടല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് സ്റ്റോക്കിൽ മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടെന്ന കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അത് നോക്കിയാൽ ഈ പറഞ്ഞ TCS ഈ പറഞ്ഞ മൂവ്മെന്റ് കിട്ടിയിട്ടില്ല. വിപ്രോ നോക്കിയാൽ ഈ പറഞ്ഞ മൂവ്മെന്റ് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിൽ ഈ പറഞ്ഞ 100% റിട്ടേൺ, അല്ലെങ്കിൽ ഒരു 7% CAGR എന്നുള്ള കാര്യം വിപ്രോയിൽ വന്നിട്ടില്ല. ഇതെല്ലാം പോപ്പുലർ സ്റ്റോക്ക്. ITCയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ HDFC ബാങ്കോ കോട്ടക് ബാങ്കോ അല്ലെങ്കിൽ HUL ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 10 വർഷത്തിലുണ്ടാവും. പക്ഷെ ഒരു 8 വർഷത്തിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു 100% റിട്ടേൺ തന്നിട്ടില്ല. അതായത് അവിടെ പോലും അവരുടെ CAGR നോക്കിക്കഴിഞ്ഞാൽ 10 താഴെയാണ് ഇതിന്റെയൊക്കെ CAGR വരുന്നത്. നമ്മുടെ ഈ ഹീറോ മോട്ടോർ കോപ്പ് നോക്കിയാൽ ഹീറോയിൽ കിട്ടിയിട്ടില്ല ഈ പറഞ്ഞ 7% റിട്ടേൺ ഇയർലി നോക്കിയാൽ, അതായത് ഡബിൾ ആയിട്ടില്ല 10 വർഷത്തിൽ. അതുപോലെ കുറെ സ്റ്റോക്കുകളുണ്ട്, ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ITC എല്ലാവരും കേട്ടിട്ടുള്ള സ്റ്റോക്കാണ്. ITCയിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഡിവിഡൻഡ് നോക്കി അതായതാന്നൊക്കെ പറഞ്ഞിട്ട് ITC ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ITC തന്നിട്ടില്ല ഈ പറഞ്ഞ റിട്ടേൺ എന്ന് പറയുന്നത്. ITCയിൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് പ്രൈസും അതിന്റെ ഒരു 10 വർഷം മുമ്പുള്ള പ്രൈസ് നോക്കിയാൽ അതിൽ നിന്ന് ഒരു 10% മാത്രം മുകളിലാണ് നിൽക്കുന്നത്. 10 വർഷം കൊണ്ട് കിട്ടിയേക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് പെർഫോമൻസ്. പിന്നെ നമ്മുടെ ONGC, BPCL ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ബാറ്റ, റിലാക്സോ ഇതൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. പക്ഷെ ഇതൊന്നും ഈ പറഞ്ഞ 10 വർഷത്തിൽ ഈ പറയുന്ന ഡബിൾ ആയിട്ടില്ലാത്ത സ്റ്റോക്കുകളാണ്. ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും എനിക്ക് ഇപ്പോഴും അറിയാം. കാരണം പ്രത്യേകിച്ച് TCS ഒക്കെ പോലത്തെ സ്റ്റോക്കുകൾ ഇങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ചാടി കയറി ബൈ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് TCSന്റെ ഒക്കെ അവസ്ഥ നോക്കിയാൽ, TCSO വിപ്രോ അങ്ങനത്തെ ഏത് സ്റ്റോക്ക് എടുത്ത് നോക്കിയാലും ഇവർ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാമല്ലോ. AI പോലത്തെ കാര്യങ്ങളിലൊക്കെ ആൾക്കാർ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ IT ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇത്രയും വലിയ സ്റ്റോക്കുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് വെച്ചാൽ ആ പൈസ എടുത്തിട്ട് ഡിവിഡൻഡ് തന്നുകൊണ്ടിരിക്കുക. അത് മേടിച്ചിട്ട് ഇവിടെ കുറെ ഇൻവെസ്റ്റേഴ്സ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്, ഇത്ര രൂപ ഡിവിഡൻഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഈ സ്റ്റോക്കുകളിൽ ഇവരല്ലാതെ പിന്നെ ആരാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്? AI ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ ചെയ്യേണ്ട പണിയാണ്. അവർ ആ പൈസ എടുത്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ അവരെടുത്തിട്ട് ഡിവിഡൻഡ് കൊടുത്തിട്ട് പിന്നെ എങ്ങനെ ഈ സ്റ്റോക്കിൽ AI എന്ന് പറയുന്ന കാര്യത്തിലേക്കോ അല്ല ആ ഒരു രീതിയിലേക്ക് ഇവർക്ക് എങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ രാജ്യത്തുള്ള ഇത്രയും വലിയ IT സെക്ടറിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ ഡിവിഡൻഡ് കൊടുത്ത് അവർക്ക് പിന്നെ ഫണ്ടില്ല, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ടില്ല. കാരണം AI ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത്രയും ഫണ്ട് വേണം. അപ്പോൾ അവരുള്ള ഫണ്ട് എടുത്തിട്ട് ഡിവിഡൻഡ് കൊടുത്തോണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയൊന്നും നമ്മൾ പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല, ചുമ്മാ കോമഡിയാണ് അതൊക്കെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ വെറുതെ ഈ ശരിക്കും റിയൽ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാത്ത മനുഷ്യന്മാർ ഇരുന്നിട്ട് വെറുതെ പറയുന്ന, അല്ലെങ്കിൽ പണ്ടത്തെ സ്റ്റോക്കുകളും ചാർട്ടുകളും എടുത്തു വെച്ചിട്ട് നമ്മളെ പൊട്ടൻ നറേറ്റീവിൽ കൊണ്ടിടാനായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കാതിരിക്കുക. അതായത് നമ്മുടെ ക്യാപിറ്റൽ ആണെന്നുള്ള ഒരു ബോധം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ഇതിനകത്ത് പറയാനായിട്ടുള്ളൂ. ഇതുപോലെ ഒരുപാട് സ്റ്റോക്കുകൾ ചിലപ്പോൾ ഡീലിസ്റ്റ് ചെയ്ത് പോയ സ്റ്റോക്കുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ DHFL അല്ലെങ്കിൽ നമ്മുടെ ജെറ്റ് എയർവേസോ അതുപോലത്തെ കുറെ സ്റ്റോക്കുകളുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ച യെസ് ബാങ്ക് നോക്കിയാൽ പോലും ഇതൊന്നും ഈ പറഞ്ഞ റിട്ടേൺസ് തന്നിട്ടില്ല. കാരണം അതിനകത്തും കുറെ ഇഷ്യൂസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഈ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് സ്റ്റോക്കുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഈ പറഞ്ഞ ലോങ് ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറന്നു കളഞ്ഞേക്കാം. അങ്ങനെ പറഞ്ഞ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് പ്രത്യേകിച്ച് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കയറി നോക്കുമ്പോഴത്തേന് കുറെ തംബ്നെയിൽസ് ഇങ്ങനത്തെ കാണാം. നിങ്ങൾ അടുത്തൊരു 5 വർഷത്തിന് ഈ ഒരു സ്റ്റോക്കിന് നിങ്ങൾ മേടിച്ചു, അത് കഴിഞ്ഞ് മറന്നു കളഞ്ഞേക്ക്. അല്ലെങ്കിൽ 10 വർഷത്തേന് ഈ ഒരു പോർട്ട്ഫോളിയോയിൽ നിങ്ങളുടെ ഈ ഒരു സ്റ്റോക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉറപ്പായിട്ടും 10 വർഷത്തേന് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് കാണുന്ന വീഡിയോസും അങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും ഈ മാർക്കറ്റിലെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ നടക്കുന്ന ഒരു കാര്യമല്ല. നാളെ എന്താവും എന്നുള്ള കാര്യം നമുക്ക് ആർക്കും ഈ പറഞ്ഞ പോലെ പ്രെഡിക്ട് ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല.
അന്നേരമാണ് ഈ പറഞ്ഞ സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ 10 വർഷത്തേന് മറന്നു കളയാന്നുള്ള രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകാനുള്ള സാധ്യത വളരെ കുറവായിട്ടുള്ള കാര്യമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഈ പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. എന്നാൽ സെയിം ടൈമിൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ അവിടെ വേണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. കാരണം ഇത് ചുമ്മാ ഈ നമുക്ക് കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നുന്ന ഒരു പരിപാടിയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റോക്കുകൾ മേടിക്കുക, മറന്നു കളയുക. അത് ആ ഒരു രീതിയിൽ വർക്ക് ചെയ്താൽ സ്റ്റോക്കുകൾ മേടിക്കുക, മറന്നു കളയുക, ക്യാപിറ്റലും കൂടെ നമ്മൾ മറന്നു കളയുക എന്നുള്ള കാര്യമാണ് അവിടെ നടക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ സ്റ്റോക്കുകൾ ട്രാക്ക് ചെയ്യാനും അങ്ങനെ ഈ സ്റ്റോക്കുകളിൽ നടക്കുന്ന കാര്യങ്ങളും ബിസിനസ് മനസ്സിലാക്കാതെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടോ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതല്ലാതെ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നമുക്ക് റിട്ടേൺ 20% 30% മുകളിൽ നമുക്ക് റിട്ടേൺ വേണം. പക്ഷേ നമുക്ക് 5 വർഷത്തേന് ഇങ്ങനെ എടുത്ത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്ത് വെച്ചാൽ മതി. വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് അതും ഭൂരിഭാഗം ആൾക്കാരും ഈ പറഞ്ഞ ഞാനും യൂട്യൂബിലാണ് വീഡിയോ ചെയ്യുന്നത്. ഭൂരിഭാഗം ആൾക്കാർ ഈ ഒരു ചാനൽ യൂട്യൂബിൽ വന്ന് വീഡിയോസ് കാണുന്നത്. ഇപ്പം നമ്മുടെ ചാനലിലാണെങ്കിൽ പോലും വന്ന് വീഡിയോസ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും സ്റ്റോക്കിന്റെ ഒരു പേര് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അത് കിട്ടുന്നു, ആ സ്റ്റോക്ക് അടുത്തൊരു 5 വർഷത്തേന് മേടിച്ച് വെക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കാണുന്നത്. ആ ഒരു ഉദ്ദേശത്തിൽ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനലിൽ വീഡിയോ കണ്ടിട്ട് മേടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇപ്പം ഞാൻ എന്താ അതിനകത്ത് പറയാനുള്ളത്. കാരണം അത് നമ്മൾ ആ ഒരു രീതിക്കല്ല ഇവിടെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഉദ്ദേശത്തിനുമല്ല ഈ ഒരു ചാനൽ തുടങ്ങിയേക്കുന്നത്. ഇവിടെ നമ്മൾ മേടിക്കുന്ന സ്റ്റോക്കുകൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും സ്റ്റോക്കിൽ പൊസിഷൻസ് എടുക്കാനും മടി ഉണ്ടാവരുത്. അതേപോലെ തന്നെ ഈ പൊസിഷൻസ് കട്ട് ചെയ്ത് ഒഴിവാക്കാനും യാതൊരു മടി ഉണ്ടാകാൻ പാടില്ല. ഇത് രണ്ടുമുള്ള ആൾക്കാർ, അതായത് സ്റ്റോക്ക് മേടിച്ചിട്ട് പിന്നെ അത് സെല്ല് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര മാനസിക പ്രശ്നമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അത് സെല്ല് ചെയ്യാനായിട്ടല്ല ഞാൻ മേടിച്ചേക്കുന്നത്, 10 വർഷത്തേന് ഹോൾഡ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറയുന്നത് ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്കുകളിൽ പോലും നിങ്ങൾ നോക്കുക പോലും ആവശ്യമില്ല. കാരണം ആ ഒരു രീതിക്കുള്ള സ്റ്റോക്കുകളല്ല. കാരണം ഇവിടെ സംസാരിക്കുന്ന പല സ്റ്റോക്കുകളും ഹൈ ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകളാണ്. ചിലപ്പോൾ അത് ഒരു പക്ഷേ ചിലപ്പോൾ 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ 100 ടൈംസ് ചിലപ്പോൾ റിട്ടേൺ തരാൻ സാധ്യതയുള്ള സ്റ്റോക്ക് ഉണ്ടാവും. ചിലപ്പോൾ 10 വർഷം കഴിയുമ്പോഴത്തേന് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പോലും ഉണ്ടാവാൻ സാധ്യതയില്ലായിരിക്കും ചിലപ്പോൾ ആ ഒരു സ്റ്റോക്ക്. അത് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ 10 വർഷം നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ 10 വർഷം അല്ലെങ്കിൽ ഓരോ ദിവസവും അതിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മുടെ മണി മാത്രമല്ല. അപ്പോൾ അതൊരു കാര്യം മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ രീതിയിൽ ട്രാക്ക് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ട്രാക്ക് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, അതല്ലാത്ത രീതിയിലാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റോക്കും ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അവൈലബിൾ ആയിട്ടില്ല. നമുക്ക് ട്രാക്ക് ചെയ്യാതെ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ സ്റ്റോക്കുകളൊന്നും തന്നെ ലോകത്തെങ്ങും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോക്കിന്, പ്രത്യേകിച്ച് ഈ ഒരുപാട് ആളുകൾ ഓരോ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്കിന്റെ എന്താ പറയുക അതിന്റെ ഫോളോവേഴ്സ് ആവുന്ന അല്ലെങ്കിൽ ആ സ്റ്റോക്കിന് വേണ്ടി വിളിച്ച് നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഈ സ്റ്റോക്കൊന്നും ഇത് എത്ര കാലം ഇങ്ങനെ പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്റ്റോക്കിനെ ഇതിന് വിളിക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ആ സ്റ്റോക്കിന്റെ പുറകെ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ സ്റ്റോക്കുമായിട്ട് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ സ്റ്റോക്കിന് നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് അങ്ങ് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വരുന്ന ഈ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനെ സെല്ല് ചെയ്ത് ഒഴിവാക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വരും. സോ ആ ഒരു രീതിയിലൊക്കെ അങ്ങനത്തെ ഇമോഷണൽ സാധനങ്ങളൊന്നും കീപ്പ് ചെയ്യാതെ നമ്മൾ സ്റ്റോക്കിനെ നമുക്ക് മണി മേക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ഇത് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് സ്റ്റോക്കുകളെ പഠിക്കുക, ബിസിനസിന്റെ പെർഫോമൻസിന് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു സെക്ടർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കണം. അതിൻ്റെ കൂടി ഈ ബിസിനസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. അവിടുത്തെ പെർഫോമൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു രീതിയിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളിൽ റിവാർഡ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കുകളിൽ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് അങ്ങനെ അതിനെ ഫോളോ ചെയ്യണം. അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ ഞാൻ മേടിച്ചു ഇനി ഞാൻ വിൽക്കില്ല, ആ ഒരു രീതിയിൽ ഞാൻ ലോങ് ടൈമിലേക്കാണെന്നൊക്കെ പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾ പഴയ ആരെങ്കിലും ഒക്കെ മേടിച്ചു, പണ്ടത്തെ സിറ്റുവേഷൻ കഴിഞ്ഞു, ആ ഒരു കാലഘട്ടമായി കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇന്നിരുന്നിട്ട് പഴയ കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ 2010 മേടിച്ചിരുന്നെങ്കിൽ ഇത്ര സംഭവിച്ചേനെ, 2005 മേടിച്ചിരുന്നെങ്കിൽ ഇത്ര സംഭവിച്ചെന്നൊക്കെ നമുക്ക് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു രീതിയിൽ ഫ്യൂച്ചറിലേക്ക് ഇതിപ്പോ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഒരു ദിവസം തന്നെ 100 കണക്കിന് വീഡിയോസ് ആണ് വരുന്നത് 10 വർഷത്തേന് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള സ്റ്റോക്കുകളുടെ എണ്ണം പറഞ്ഞിട്ട്. ഇന്ത്യയിലാകപ്പാട് 5000-6000 സ്റ്റോക്കുകളെ മൊത്തത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. സോ ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ മൊത്തം സ്റ്റോക്കുകൾ എടുത്തിട്ട് ഹോൾഡ് ചെയ്താൽ മതിയല്ലോ 10 വർഷത്തേന്. അത് വളരെ സിമ്പിൾ ആണല്ലോ. നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരു കാരണവശാലും ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മേടിച്ചു വെക്കുക, മറന്നു കളയാന്നുള്ളൊരു രീതി അത് നല്ലൊരു രീതിയല്ല. അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി എനിക്കറിയില്ല വർക്കൗട്ട് ആവുന്ന ഏരിയ ഉണ്ടോന്ന്. നമുക്ക് ലെക്കിന്റെ പേരിൽ ചിലപ്പോൾ 1-2 സ്റ്റോക്ക് ചിലപ്പോൾ നമുക്ക് മൾട്ടിബാഗേഴ്സ് കിട്ടിയേക്കാം. നമ്മുടെ ലെക്ക് നമുക്ക് അത്രയും ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 സ്റ്റോക്കിൽ ചിലപ്പോൾ 100%, 200% ചിലപ്പോൾ അതിൽ കൂടുതൽ റിട്ടേൺ കിട്ടിയേക്കാം. പക്ഷെ ലെക്കിന്റെ പേരിലല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ റിട്ടേൺസ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ നല്ല സ്റ്റോക്കുകളെ ഫൈൻഡ് ചെയ്യേണ്ടത് ലെക്ക് കൊണ്ട് മാത്രമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് നമുക്കതിനെ സ്റ്റഡി ചെയ്ത് ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ബിസിനസ് മനസ്സിലാക്കി എടുത്ത് നമ്മുടെ ലോജിക്കിനും കോമൺ സെൻസിനും ഒക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനത്തെ ബിസിനസ്സുകൾ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. അതല്ലാതെ 1-2 മൾട്ടിബാഗർ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മളൊരു 10 വർഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 10, 20, 50, 100 മൾട്ടിബാഗേഴ്സ് നമുക്ക് ആ ഒരു 10 വർഷത്തിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റണം. അതല്ലാതെ ഏതെങ്കിലും കുറെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1-2 സ്റ്റോക്കുകൾ നമുക്ക് മൾട്ടിബാഗർ റിട്ടേൺ തന്നാൽ
അതല്ല നമുക്ക് വേണ്ട. അതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു പോകും. അതല്ല നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഈ രീതിയിൽ നല്ല നല്ല ബിസിനസ്സുകളെ ഫൈൻഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ്സുകളെ ട്രാക്ക് ചെയ്യാന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. കാരണം ഏത് സ്റ്റോക്കാണ്, ഒരു സ്റ്റോക്ക് ഒരു കാലത്തും കൺസിസ്റ്റന്റ് ആയിട്ട് അടുത്ത 10 വർഷത്തേന് നല്ല സ്റ്റോക്കായിട്ട് ഇരിക്കാൻ പോകുന്നില്ല. ഒരു സ്റ്റോക്കും അടുത്ത 10 വർഷത്തേന് മോശം സ്റ്റോക്കായിട്ട് ഇരിക്കാൻ പോകുന്നില്ല. ഇതിനകത്ത് പല പല കാര്യങ്ങളിൽ വേരിയേഷൻസ്, അവരുടെ ബിസിനസ് ചെയ്യുന്ന രീതിയിൽ വേരിയേഷൻസ് വരാം. ചിലപ്പോൾ ഇപ്പം മോശമായിട്ടുള്ള സ്റ്റോക്ക് അവരുടെ ബിസിനസ് രീതി മാനേജ്മെന്റ് മൊത്തത്തിൽ ചേഞ്ച് വരുത്തിയേക്കാം. ഇപ്പൊ നമ്മൾ ക്യൂപിഡിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് നോക്കിയാൽ ഈ പറയുന്ന എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 1-1.5 വർഷം നോക്കി കഴിഞ്ഞാൽ സ്റ്റോക്ക് മൾട്ടിബാഗർ റിട്ടേൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ബിസിനസ്സിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ HDFC ബാങ്ക് എടുത്ത് നോക്കിയാൽ കഴിഞ്ഞൊരു 2000, ഞാൻ നേരത്തെ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചു, 2010 തൊട്ട് 2020 വരെയുള്ള സമയത്ത് എടുത്ത് നോക്കിയാൽ മൾട്ടിബാഗർ റിട്ടേൺസ് വന്ന സ്റ്റോക്കാണ്. എന്ന് പറഞ്ഞിട്ട് 2020-2025 വരെയുള്ള സമയം നോക്കിയാൽ ഒന്നും തന്നിട്ടില്ല അതിനകത്തൊന്നും റിട്ടേൺസ് കാര്യങ്ങളൊന്നും. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സിലുണ്ടായ വ്യത്യാസം മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല സ്റ്റോക്കായിട്ട് ഇരിക്കുമെന്നോ അല്ലെങ്കിൽ മോശം അവസ്ഥയിൽ തുടരുമെന്നോ നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്തങ്ങ് മാറ്റിയിടാനായിട്ട് പറ്റില്ല. കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക, ബിസിനസ്സുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ രീതിയിലുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. വെറുതെ ഹോൾഡ് ചെയ്ത് സ്റ്റോക്ക് മേടിച്ച് ഡിമാറ്റ് അക്കൗണ്ടിൽ വെച്ചാൽ റിട്ടേൺ കിട്ടുമെന്നുള്ളൊരു എക്സ്പെക്ടേഷൻ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ എടുത്തു കളയേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ ഈ വീഡിയോയുടെ മൊത്തത്തിൽ ഇത് കേട്ടിട്ട് സ്റ്റോക്കുകളൊന്നും ഹോൾഡ് ചെയ്യേണ്ട, കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് മൾട്ടിബാഗ് റിട്ടേൺ കിട്ടുമെന്നല്ല പറയുന്നത്. സ്റ്റോക്കുകൾ ചിലപ്പോൾ നമ്മൾ 1 വർഷമോ 10 വർഷമോ ചിലപ്പോൾ നമ്മൾ 20 വർഷമോ നമ്മൾ ചിലപ്പോൾ ചില സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്തേക്കാം. അത് സ്റ്റോക്കിന്റെ പെർഫോമൻസിനനുസരിച്ചിട്ടാണ്. അതല്ലാതെ നമ്മളല്ല ഡിസൈഡ് ചെയ്യേണ്ട ഈ സ്റ്റോക്ക് ഞാൻ എത്ര വർഷം ഹോൾഡ് ചെയ്യുന്നുള്ള കാര്യം. ആ ബിസിനസിന്റെ പെർഫോമൻസ് ആണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത്. അതാണ് പറയുന്നത്. അല്ലാതെ കുറച്ച് നാൾ നിങ്ങൾ ഹോൾഡ് ചെയ്യാവുള്ളൂ, 6 മാസത്തിന് സ്റ്റോക്ക് മേടിച്ച് സെല്ലി, ആ ഒരു രീതിയൊന്നും അല്ല. ഇങ്ങനത്തെ ഒരു എന്താ പറയുക, നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും റൂൾസ് എടുത്ത് പറയുകയല്ല ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം അതല്ല. സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇങ്ങനെ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോങ് ടൈമിലേക്ക് ചെയ്യേണ്ട 6 മാസം ഇതല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നതാണ് നമ്മൾ സ്റ്റോക്കുകളെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ചില സ്റ്റോക്കുകളിൽ നമ്മൾ ചിലപ്പോൾ ഒരുപാട് വർഷം, ഞാൻ ഈ പറഞ്ഞ പോലെ 10-20 വർഷമൊക്കെ ചിലപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കും. അത് പക്ഷേ ആ കൺസിസ്റ്റന്റ് ആയിട്ട് ആ 20 വർഷവും ആ ബിസിനസ് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതായിട്ട് വന്നേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ബയാസ് ഒക്കെ ആയിട്ട് വന്ന് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഈ പറഞ്ഞ അങ്ങനത്തെ സ്റ്റോക്കുകൾ ഇല്ല. അതായത് അടുത്ത 10 വർഷത്തേന് നിങ്ങൾക്ക് സുഖമായിട്ട് സേഫായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന സ്റ്റോക്കുകളില്ല. എനിക്കൊന്നും അത് വെറുതെ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ ഉണ്ടാക്കാത്ത ആൾക്കാർ ഒരുപക്ഷെ ചുമ്മാ വീഡിയോ ആയിട്ട് ചെയ്ത് വിടാനായിട്ട് എളുപ്പമുള്ള രീതി കൊണ്ട് ചെയ്തു പോകുന്ന ഒരു പരിപാടിയായിട്ട് മാത്രമേ എനിക്ക് അതിനെ ഫീൽ ചെയ്യുന്നുള്ളൂ. ഇതിപ്പം അത് പറയണ എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേനും തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം മോളിവുഡ് ടൈംസ് ഇറങ്ങിയല്ലോ സിനിമ, അതിന്റെ ഒരു അവസാനത്തെ ഒരു എല്ലാം തീർന്നിട്ട് ഈ ടൈറ്റിലൊക്കെ എഴുതി കാണിച്ച് ലാസ്റ്റ് ഈ പേരുകളൊക്കെ എഴുതി പോകുന്നതിനിടയ്ക്ക് ഒരു ചെറിയൊരു സീനുണ്ട്. ഷറഫുദ്ദീൻ സംസാരിക്കുന്ന ഒരു സീൻ. അത് പറഞ്ഞ് തീർന്നിട്ട് ആൾ ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ട് ഈ 4th വാൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ക്യാമറയിൽ നോക്കിയിരിക്കുന്ന ആ ഒരു സാധനത്തിൽ പുള്ളി കുറച്ച് എക്സ്പ്രഷൻസ് എടുത്തുണ്ട് ലാസ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ലാസ്റ്റ് അവരുടെ വീഡിയോ ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം ഒരു 10 സെക്കൻഡോടെ അവരുടെ മുന്നിൽ ക്യാമറ വെച്ചാൽ ഒരുപക്ഷെ അവർ ഇടാൻ പോകുന്ന എക്സ്പ്രഷൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടിട്ടുള്ളത് ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങളതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളുടെ പുറകിൽ, ഗിമ്മിക്കുകളുടെ പുറകിലോ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ക്യാഷ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് തന്നെ. അത് നമ്മുടെ ക്യാപിറ്റലാണെന്നുള്ള ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടും വരും. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് ഈ പറഞ്ഞ ബിസിനസ്സുകളെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഈ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം.